ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഇഫ്താർ ടൈമിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഒരു 3 സ്നാക്സിൻ്റെ റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്സൊക്കെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കിയെടുക്കുന്നത് ഈ ഒരു ചിക്കൻ തക്കാരപ്പെട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഈ ഒരു സ്നാക്കിലോട്ടുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു കടായി ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ടൊരു 3 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സവാള വഴന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഈ ഒരു മസാലയ്ക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് 3ഉം കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി സവാളൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ചിക്കൻ മസാലയാണ്. അപ്പോൾ അതും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പൊടികളുടെ ആ ഒരു റോസ്മെല്ലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇനി ഇതിലോട്ട് വേണ്ടത് ചിക്കനാണ്. ഇതിപ്പോൾ ഞാൻ ചിക്കനെ ഒന്ന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു മസാലയും ചിക്കനും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാരപ്പെട്ടിയിലോട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അടുത്തതായി ഇനി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് കടലമാവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പോളം കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല. നമ്മൾ എത്രത്തോളം സ്നാക്ക് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് കടലമാവ് എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കടലമാവിൻ്റെ മിക്സ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ലൂസിൽ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഇനി വേണ്ടത് ബ്രെഡാണ്. നമ്മളിപ്പോൾ ഈ ഒരു തക്കാരപ്പെട്ടി ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നോ അതിനനുസരിച്ച് ബ്രെഡ് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഞാനിപ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെയും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ബ്രെഡിൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതൊന്നും കളയണ്ട. അതുപയോഗിച്ച് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആ ഒരു ഫില്ലിങ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ആ ഒരു കടലമാവിൻ്റെ മിക്സും ബ്രെഡ് ക്രംസും ഒക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത പീസ് ബ്രെഡ് കൂടെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു ബ്രെഡും ആ ഒരു ഫില്ലിംഗ് ഒക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടണം. അവിടെ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മുടെ ആ ഒരു കടലമാവിൻ്റെ മിക്സ് ഉപയോഗിച്ച് ഇതിൻ്റെ 4 സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ബ്രെഡിനെ കട്ട്ലൈറ്റൊക്കെ കോട്ട് ചെയ്തെടുക്കുന്നത് പോലെ കടലമാവിൻ്റെ ആ ഒരു മിക്സിലിട്ടിട്ട് മൊത്തത്തിൽ അങ്ങ് കോട്ട് ചെയ്തെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ബ്രെഡ് കുതിർന്നു പോകും. അതുകൊണ്ട് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ആദ്യം 4 സൈഡും ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ 4 സൈഡിലും ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇനി ഈ ഒരു 2 സൈഡിലും ഇതുപോലെ കുറച്ചായിട്ട് ഒന്ന് തടവി കൊടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ കട്ട്ലൈറ്റൊക്കെ കോട്ട് ചെയ്യുന്നത് പോലെ ആ ഒരു മുട്ടയുടെ മിക്സിലിട്ടിട്ടും കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഇതുപോലെ കടലമാവിൻ്റെ ആ ഒരു മിക്സിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നോർമലി കട്ട്ലൈറ്റൊക്കെ കോട്ട് ചെയ്യുന്നത് പോലെ ആ ഒരു ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ
ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തക്കാരപ്പെട്ടി ഇവിടെ റെഡിയായി. ഇനി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാരപ്പെട്ടി ഇവിടെ എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രീസറിലൊന്ന് വെക്കണം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയി കിട്ടും. അതുപോലെ ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയില്ല. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് ഫ്രീസറിലൊന്ന് വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു ചീനച്ചട്ടിയിൽ ഞാൻ കുറച്ചധികം എണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് ഓരോ സ്നാക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരുപാട് ടൈം ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ചായി ആ ഒരു കടലമാവൊക്കെ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ തീ ഒരിക്കലും കുറച്ച് വെക്കരുത്, അങ്ങനെ ആകുമ്പോൾ ബ്രെഡ് എണ്ണ കുടിക്കും. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നല്ല മൊഞ്ചുള്ള തക്കാരപ്പെട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി രണ്ടാമതായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ചിക്കൻ പൊൻപെട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു സ്നാക്കിലോട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് സവാള കട്ട് ചെയ്തതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ പൊടിപൊടിയായി കട്ട് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഇതുപോലെ പകുതിയോളം ഒന്ന് വഴന്ന് കിട്ടിയാൽ ഇനി നമുക്കിതിലോട്ട് ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് അളവിലാണ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച 1/2 കപ്പ് ക്യാപ്സിക്കം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ 3 കളേഴ്സ് ക്യാപ്സിക്കം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോണ്ട, കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കന് ഇതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ഫില്ലിങ്ങും അതുപോലെ ആ ഒരു ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. ആ ഒരു നേരം കൊണ്ട് ഫില്ലിങ്ങിനൊക്കെ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഒരു 3-4 മിനിറ്റിന് ശേഷം ഇനി ഇത് തുറന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലോട്ട് മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മയോണൈസ് ഒരുപാട് അങ്ങ് ക്രീമി ആയിട്ട് ഒലിച്ച് വരുന്ന ആ ഒരു ടെക്സ്ചറിൽ ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു ഫില്ലിങ് ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി മയോണൈസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്തതായി ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം സ്നാക്സ് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് ബ്രെഡ് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് 2 ബ്രെഡിൻ്റെ സ്ലൈസ് ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. എന്നാലുള്ളൂ നമ്മൾ ഫില്ലിങ് വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ഒരു ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം.
ഇതുപോലെ ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മറ്റേ ബ്രെഡ് കൂടി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിനെ 3 ബോക്സ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ഫില്ലിംഗ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഫില്ലിംഗ് വെച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചെറുതായിട്ടൊന്ന് കോട്ടിങ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊൻപെട്ടിയും ഇതുപോലെ ഈ ഒരു മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഒരു പൊൻപെട്ടി ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരുമെന്ന് സംശയം ഉണ്ടാവും. ഫില്ലിംഗ് ഒന്നും പുറത്ത് വരില്ല. നോർമലി നമ്മൾ കട്ട്ലൈറ്റൊക്കെ കോട്ട് ചെയ്യുന്ന ആ ഒരു സെയിം രീതിയിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ മുഴുവൻ പൊൻപെട്ടിയും ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഇത് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ എപ്പോഴും മീഡിയം ടു ഹൈയിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലാക്കി വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ ബ്രെഡ് എണ്ണ കുടിക്കും. പിന്നെ ഒരുപാട് സമയം ഇതിലിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ പൊൻപെട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ആ ഒരു ഫില്ലിംഗ് ഒക്കെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി അവസാനമായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ചിക്കൻ ഡോണറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ 350 ഗ്രാം എല്ലില്ലാത്ത ചിക്കന് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു പകുതി സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പിടി മല്ലിയിലയാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. അതിപ്പോൾ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ഫ്ലേവറിനായിട്ട് ഗരം മസാല 1/2 ടീസ്പൂണും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിൽ ഈ ഒരു രീതിയിലാണ് അരച്ചു കിട്ടേണ്ടത്. വെള്ളം ഒന്നും കൂട്ടാതെയാണ് നമ്മൾ അരച്ചിട്ടുള്ളത്. എന്നിട്ടും ചെറിയൊരു നനവുണ്ട്. അപ്പോൾ അതൊന്ന് മാറാനായിട്ട് ഒരു 2 സ്ലൈസ് ബ്രെഡ് ഇതിലോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് അതും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ചെടുത്ത കൂട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലോട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഇതിപ്പോൾ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുത്തത്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലോർ ഇല്ല എങ്കിൽ മൈദയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടെ കൈവച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കൈവച്ച് തന്നെ കുഴച്ചെടുക്കുക. എന്നാലേ ഉള്ളൂ എല്ലാം ഒന്ന് എല്ലാ ഭാഗത്തേക്കും മിക്സായി കിട്ടത്തുള്ളൂ. ഇത് ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് ഒന്ന് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇതിപ്പോൾ ഡോണറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഈ കൂട്ടിൽ നിന്നും കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടി ബോളാക്കി എടുക്കാം. അതിനുശേഷം ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. നമ്മൾ ഇതുപോലെ കയ്യിലൊന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് നമ്മുടെ വിരൽ വെച്ചിട്ട് ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നനവ് കൂടുതലുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഡോനറ്റ് ഷേപ്പാക്കി എടുക്കേണ്ടത്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാ ഡോണറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു സമയം കൊണ്ട് ഒരു പാത്രത്തിലോട്ട് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂണോളം പാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഡോണറ്റ് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ മുട്ടയിൽ ഡിപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ബ്രെഡ് ക്രംസും മുട്ടയുടെ മിക്സും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ഡോണറ്റും മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. കാരണം ഇതിപ്പോൾ വേവിക്കാത്ത ചിക്കനാണ്. അപ്പോൾ ഉൾഭാഗത്തുള്ള ചിക്കന് കറക്റ്റായിട്ട് വെന്ത് കിട്ടണം. അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നാലേ ഉള്ളൂ ഉള്ളിലുള്ള ചിക്കനൊക്കെ ഒന്ന് കറക്റ്റായി കുക്കായി വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ദാ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. മാവ് കുഴക്കുകയോ മസാല വഴറ്റുകയോ ഒന്നും വേണ്ട, വളരെ സിമ്പിളാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ കൂടെ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്